ഒരു മനുഷ്യൻ മുസ്ലിം ആകുന്നത് എപ്പോഴാണെന്ന ചോദ്യത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തിരിച്ചു പറഞ്ഞത്, ഓനൊരു മുസ്ലിമായ വാപ്പാന്റെ മോനായി ജനിക്കാന്നുള്ളതല്ല. നിങ്ങളൊരു മുസ്ലിമും മുഅ്മിനുമാണെന്ന് റബ്ബ് ഉറപ്പിക്കുക. നിങ്ങളെ കൊണ്ട് മറ്റൊരാൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഗുണം ഉണ്ടായാല, നിങ്ങളെ കൊണ്ട് മറ്റൊരാൾക്ക് എന്തെങ്കിലും ഒരു സേവനം കിട്ടിയാല. അള്ളാന്റെ തിരുദൂതൻ ഒരിക്കൽ പറഞ്ഞു, മദീനത്തെ എന്റെ പള്ളിയിൽ 30 ദിവസം എഴുത്തിക്കാഫിരിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം എന്റെ സഹോദരന്റെ ഒരു ആവശ്യത്തിന് വേണ്ടി കുറച്ചു നേരം ഓന്റെ പേരൊന്ന് യാത്ര ചെയ്യുന്നതാണ്. 30 ദിവസം എന്റെ പള്ളിയിൽ എഴുത്തിക്കാഫിരിക്കുന്നതിനേക്കാൾ. സഹോദരങ്ങളെ, നമ്മളെ കൊണ്ടൊരു നാടിന്, സമൂഹത്തിന്, കുടുംബത്തിനുണ്ടായ ഗുണം എന്താ? വീട്ടിൽ ഭക്ഷണം വെക്കാൻ വേലക്കാരി വന്നിട്ടില്ലെങ്കിൽ ഇല്ല, ചെടി നനയ്ക്കാൻ വരെ വേലക്കാരി വന്നിട്ടില്ലെങ്കിൽ മേലനങ്ങാത്തവരുണ്ട്. കുറ്റപ്പെടുത്താണ് എന്ന അർത്ഥത്തിലല്ല. ഇക്കഴിഞ്ഞ ഒരാഴ്ചന്റെ ഇടയിൽ ഒരു സേവനം എന്ന് പറയാൻ എന്തേ ഇപ്പൊ എന്തെങ്കിലും ജീവിതത്തിലുള്ള വലിയ മുസ്ലിമീങ്ങളാ മുഅ്മിനീങ്ങളാ എന്നൊക്കെ സ്വയം അഭിമാനിക്കുന്നുണ്ടെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുക്കാൻ ഒരു നേരം കിട്ടാത്തത്ര തിരക്കുകാരാണെങ്കിൽ അതൊക്കെ ദുനിയാവ് പറഞ്ഞേക്കാൻ പറ്റും, പടച്ചോന്റെ അടുത്ത് പറഞ്ഞേക്കാൻ പറ്റൂല കേട്ടോ. ഒരു നല്ല മുസ്ലിമും മുഅ്മിനും എന്നാൽ മറ്റൊരാളെ സഹായിക്കാൻ, നമ്മളെ തറവാട്ടിലുള്ള ഒരാളെ കുളിപ്പിക്കാൻ വേലക്കാരി വരണം, നമ്മളെ അമ്മാക്കൊരു വെള്ളം കിട്ടണേ വേലക്കാരി വരണം, നമ്മളെ വാപ്പാനെ ഒന്ന് കുളിപ്പിച്ചിട്ട് വാപ്പട്ട് ഉപയോഗിച്ചോ ഒന്ന് തിരുമ്പി കൊടുക്കണേ, ആ മൂത്രമാണൊന്ന് പോണേ, പണിക്കാരുത്തി വരണം എന്നുള്ള ചിന്താഗതിക്കാരാണ്. പിന്നെന്ത് മുസ്ലിമാ മനുഷ്യരെ നമ്മളൊക്കെ? അവനാന്റെ തറവാടിലും ചുറ്റുഭാഗത്തും ഒരു രോഗീനെ കുളിപ്പിക്കാൻ പാലിയേറ്റീവിന്റെ ആൾക്കാർ വരണം, ആ വൾഡിയർമാര് വരണം എന്നൊക്കെ കാത്തുക്കാനുള്ള അത്ര ഈമാനെ നമുക്കുള്ളെങ്കിൽ എന്തു ഗുണാ നമ്മൾ ജനിച്ചതുകൊണ്ടും ജീവിച്ചതുകൊണ്ടും ഈ നാട്ടിനുണ്ടായത്? സ്വന്തം കുടുംബത്തിനെങ്കിലും ഒരു നന്മ ചെയ്യാൻ പറ്റിയിട്ടില്ലേ? അള്ളാഹ് പറഞ്ഞതേ ഓനൊരു നല്ല മുസ്ലിം ഒന്നുമല്ല, ഓൻ അഭിനയിക്കുന്നവനാണ്. കാരണം അത്രയും ഈമാനുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സേവനം ചെയ്യാൻ തോന്നും. അതുകൊണ്ട് ആ സുബഹി നിസ്കാരത്തിന്റെ മുൻപ് തഹജ്ജുദ് നിസ്കരിച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എണീറ്റ് ഓടുക. നോക്കുന്ന സഹാബത്ത് കണ്ട് ദൂരെ, മണിക്കൂർ മൈലുകൾ ദൂരെ ഒറ്റക്ക് കിടക്കുന്ന ഒരു വൃദ്ധനെ കൈകൊണ്ടെടുത്ത് മാറ്റിക്കടത്തി വിസർജിച്ചത് കൈകൊണ്ടും വാരിക്കളിഞ്ഞ് ആ ഉമ്മാനെ കുളിപ്പിച്ച് കുപ്പായടിച്ച് തിരിച്ചു നടന്നു. ഉമ്മക്ക് പോലും അറിയൂല ധാരാ വന്നതെന്ന്. ഈത്തപ്പനയുടെ മറവിൽ ആ കാഴ്ച കണ്ട് കണ്ണുനീരോടെ പൊട്ടിക്കരയുന്നുണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അന്ന് അബൂബക്കർ സിദ്ദീഖ് ഖലീഫയായ മനുഷ്യനാ പോകുന്നത്. നമുക്ക് ചൂണ്ടി പറയാൻ എന്താള്? നമ്മളെ മുതലിന് വേണ്ടി ഓടി, കുറെ സമ്പാദിച്ച്, ടെൻഷൻ അടിച്ച്, ഭ്രാന്തായി, കച്ചവടത്തിന്റെ ട്രിക്ക് തെരഞ്ഞു, ദിവസം കിടന്നുറങ്ങുന്നവരെ സമാധാനം അല്ലാണ്ട് ഓടുക. എന്തല്ല തന്നാലും നമ്മളെ കൊണ്ട് ഒരാൾക്കൊരു ഗുണോ എണ്ണിപ്പറയാൻ മാത്രം ഒന്നുമില്ലെങ്കിൽ നമ്മൾ വലിയ തോൽവിയാ സഹോദരങ്ങളെ. അതുകൊണ്ട് റബ്ബിന്റെ മാർഗത്തിൽ അമലുകളെ കൊണ്ട് റബ്ബിനെ ഇഷ്ടപ്പെടുത്തുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബേ